യു എയിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ എമറൈസ് ഐ ഡിക്ക് 2 ഇയർ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും മൊബൈലാണെങ്കിലും സിമ്മിനാണെങ്കിലും എമറൈസ് ഐ ഡി നിങ്ങളുടെ 2 ഇയർ കഴിയുമ്പോൾ റിന്യൂ ചെയ്യുമ്പോൾ എമറൈസ് ഐ ഡി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന ADCB ബാങ്കിൽ എങ്ങനെ എമറൈസ് ഐ ഡി അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ADCB ബാങ്കിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കുക. ആപ്പ് ഓപ്പൺ ആക്കുക, നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിമും എല്ലാം അടിച്ച് നിങ്ങളുടെ ജസ്റ്റ് ആപ്പ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പുതിയ എമറൈസ് ഐ ഡി കൈ കരുതുക. നമുക്കതിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ എടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കയ്യിൽ ഫോട്ടോ എടുത്ത് വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഫോട്ടോ എടുക്കാനും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അന്നേരം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കുറേ നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാവും. അവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എമറൈസ് ഐ ഡി എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വന്ന് കിടപ്പുണ്ടാവും. ഇതുണ്ടോ ഇവിടെ കിടക്കുന്നുണ്ട്. ഏറ്റവും അടിയിൽ കുറേ എമറൈസ് ഐ ഡി എക്സ്പയർഡ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് OTP വഴി വെരിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു SMS വരും. OTP ഒരു 6 ഡിജിറ്റ് OTP വരും. ആ 6 ഡിജിറ്റ് OTP നിങ്ങൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് അയക്കുക. ആ 6 ഡിജിറ്റ് OTP വരുന്ന അത് തന്നെ സെയിം നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എമറൈസ് ഐ ഡി അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അന്നേരം അവിടെ അങ്ങനത്തെ വരുന്ന ആ വിൻഡോയിൽ നിങ്ങളുടെ എമറൈസ് ഐ ഡി എക്സ്പയർഡ് ഉണ്ടെങ്കിൽ എക്സ്പയർഡ് കാണിക്കും. ഇനി നിങ്ങളുടെ പാസ്പോർട്ടാണ് എക്സ്പയർ ആയെങ്കിൽ അതും അവിടെ കാണിക്കും. അപ്പോൾ ഏതിലെ സ്റ്റാറ്റസ് ഏതാണോ റെഡ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അവിടെ എമറൈസ് ഐ ഡി ആണ്. അപ്പോൾ എമറൈസ് ഐ ഡി നിങ്ങളുടെ എമറൈസ് ഐ ഡി എന്നാണ് കാലാവധി തീരുന്നതെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഫ്രണ്ട് പേജും ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് അപ്പം തന്നെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീവിയസ് ആയിട്ട് എടുത്ത് വെച്ചാണ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഓൺലൈനായിട്ട് അപ്പം തന്നെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങളുടെ എമറൈസ് ഐ ഡി ബാങ്കുമായിട്ട് അപ്പം തന്നെ ലിങ്ക് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.